ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ക്ലാസ് 54, പേജ് 47. ആ പേജിലെ രണ്ടാമത്തെ പാരഗ്രാഫാണ് നമ്മൾ വായിക്കുന്നത്. അൽ മുത്തയമ്മിമു ലിൽ ഹദസിൽ അസ്ഗരി, ചെറിയ അശുദ്ധിക്ക് വേണ്ടി തയമ്മം ചെയ്ത ഒരാൾ. ഇതാ അറാദ, അയാൾ ഉദ്ദേശിച്ചാൽ ഫർളൻ ആഖറ, വേറെ ഒരു ഫർള് അയാൾ ഉദ്ദേശിച്ചു. വലം യുഹദിസ്, അയാളുടെ അശുദ്ധി ഉണ്ടായിട്ടുമില്ല. അയാൾക്ക് അശുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ അശുദ്ധി, അതായത് അയാളുടെ ഒതു പോയിട്ടില്ല എന്ന്. എങ്കിൽ ലം യജിബ് അലൈഹി, അയാൾക്ക് നിർബന്ധമില്ല. ഇല്ല ഇആദത്തു തയമ്മുമിൻ, തയമ്മുമിനെ ഒന്നുകൂടി ചെയ്യലല്ലാതെ നിർബന്ധമില്ല. ഒരു ഉദാഹരണമായിട്ട് പറയാ, ഫർള് ളുഹർ, അയാൾ ഫർള് നിസ്കരിച്ചു, ളുഹർ. അപ്പം അയാൾക്ക് എന്തിൻ്റെയോ പേരിൽ തയമ്മം ചെയ്യേണ്ട ആളാണ്. അങ്ങനെ അയാൾ തയമ്മം ചെയ്തു. തയമ്മം ചെയ്യാൻ പല കാരണങ്ങളുണ്ടാവാലോ. അങ്ങനെ എന്തോ ഒരു വിഷയത്തിൻ്റെ പേരിൽ അയാൾ തയമ്മം ചെയ്തു. അങ്ങനെ അയാൾക്ക് ഒതു മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അസറിൻ്റെ ബാങ്ക് വിളിച്ചു. അപ്പോൾ അയാൾ അസർ നിസ്കരിക്കണമല്ലോ. അസർ നിസ്കരിക്കാൻ നേരത്ത് ഇനി ഇയാൾ എന്താ ചെയ്യേണ്ടതെന്ന്, ഇയാൾ ഒന്നുകൂടി തയമ്മം ചെയ്താൽ മതി. കാരണം ഒതു മുറിയുന്ന കാര്യങ്ങളൊന്നും അയാളുടെ അടുത്ത് ഉണ്ടായിട്ടില്ല. അപ്പം തയമ്മം ചെയ്താൽ മതി. അവിടെ വേറെ ഒരു വിഷയം അടിയിൽ 5-ാം നമ്പറിൽ എഴുതിയത് കാണാം. തയമ്മുൻ വാഹിദുൻ വൈൻ തഅദ്ദദ തയമ്മുമുല്ലവ്വലു. ആദ്യം ളുഹറിന് വേണ്ടിയിട്ട് ഇയാൾ ഒതു ചെയ്തപ്പോൾ ഒരു തയമ്മും അല്ല ചെയ്തത്, പല തയമ്മുമാണ് ചെയ്തത്. കാരണം പല അവയവങ്ങളിൽ പ്രശ്നമുണ്ട്, പല അവയവങ്ങളിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം പല തയമ്മും ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തൊക്കെയാണ്, ഇയാൾ പല തയമ്മും ചെയ്തു. അങ്ങനെ അസറിനെ വാങ്ക് വിളിച്ചു. അപ്പം അയാൾ അസർ നിസ്കരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒതു മുറിയണ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ ഒരു തയമ്മും ചെയ്താൽ മതി, പല തയമ്മും ഒന്നും ഇനി ചെയ്യണ്ട. ഫൈദ അഹദസ, അപ്പോൾ അയാളുടെ അടുത്ത മസല, അയാളുടെ ഒതു പോയിട്ടുണ്ടെങ്കിലോ. അപ്പം ളുഹറിന് ഇതേപോലെ ഒതു ചെയ്തു, തയമ്മും ചെയ്തു, അല്ലെങ്കിൽ ആകെ തയമ്മും മാത്രം ചെയ്തു. വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ചർച്ച നടക്കണമെങ്കിൽ വെറും തയമ്മും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അല്ല, വെള്ളമില്ലാത്ത മസലയല്ല, നമ്മുടെ പരിക്ക് പറ്റിയ മസലയാണ്. അവിടെ ആവുമ്പോൾ നമ്മൾ ഒതു ചെയ്യും. കഴുകാൻ പറ്റാത്ത സ്ഥലങ്ങൾക്ക് വേണ്ടി, അവയവങ്ങൾക്ക് വേണ്ടി തയമ്മം ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ ളുഹർ അങ്ങനെ നിസ്കരിച്ചു. അങ്ങനെ പിന്നെ അസറായപ്പോൾ ഇയാളുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇയാളുടെ ഒതു പോയിട്ടുണ്ട്. ഇയാൾക്ക് ഒതു മുറിയുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ വജബാലൈഹി, അവന് നിർബന്ധമാണ് ഇആദത്തു കുല്ലിൻ മിനൽ ഗസിലി വൽ മസഹി വത്തയമ്മുമി, കഴുകല്, തടകല്, തയമ്മും ചെയ്യല്, ഇതെല്ലാം ഒന്നും കൂടി അയാൾ ചെയ്യണം. കഴുകൽ എന്ന് പറഞ്ഞാൽ ഒളുവിൽ സാധ്യമാകുന്ന സ്ഥലങ്ങളൊക്കെ കഴുകുക. തടകൽ എന്ന് പറഞ്ഞാൽ മറ വച്ച് കെട്ടിയിട്ടുള്ളപ്പോൾ ആ മറയുടെ മേലെ വെള്ളം കൊണ്ട് തടകുക. നേരത്തെ പറഞ്ഞേക്കണതാണത്, വെള്ളം കൊണ്ട് മറയുടെ മേലെ തടകണം എന്ന്. അതാണ് തടകല്. പിന്നെ തയമ്മും ചെയ്യല്, ഇതെല്ലാം വീണ്ടും ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ ളുഹറിന് ചെയ്തതുപോലെ തന്നെ വീണ്ടും ഒന്നുകൂടി ചെയ്യണം അസറിന്, ഒതു പോയ ആളായതുകൊണ്ട്. ഇനി വേറൊരു ചർച്ച, വൽ മുത്തയമ്മിമു ലിൽ ഹദസിൽ അക്ബരി, വലിയ അശുദ്ധിക്ക് വേണ്ടി തയമ്മം ചെയ്ത ആള്. അപ്പോൾ ഒരാൾക്ക് ജനാബത്തുണ്ടായി, അയാൾക്കും ഇതുപോലെ ശരീരത്തിൽ എവിടെയോ ഒരു പരിക്ക് പറ്റി, വെള്ളം അവിടെ ചേർക്കാൻ പറ്റൂല, വെള്ളം അവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അയാൾ വലിയ അശുദ്ധി, ജനാബത്തുണ്ടായ ആളാണ്. അയാൾ കുളിക്കുമ്പോൾ പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ കഴുകും. അങ്ങനെ കഴുകിയതിൻ്റെ ശേഷം അയാൾ എന്ത് ചെയ്യും, ആ വെള്ളം ചേർക്കാൻ പറ്റാത്ത സ്ഥലത്തിന് വേണ്ടി അയാൾ എന്ത് ചെയ്യണം, തയമ്മം ചെയ്യണം. അങ്ങനെ തയമ്മം ചെയ്തു ഒരാൾ. എന്നിട്ട് ഇതാ അറാദ ഫർളൻ ആഖറ, അയാൾ മറ്റൊരു ഫർള് ഉദ്ദേശിച്ചാൽ, ഈ വലിയ അശുദ്ധിക്ക് വേണ്ടി തയമ്മം ചെയ്ത ആൾ ഇതേപോലെ വേറെ ഫർള് ഉദ്ദേശിച്ചു. വലം യുഹദിസ്, അയാളുടെ ഒതു പോയിട്ടില്ല. ആദ്യം അയാൾ, ഈ കുളി നിർബന്ധമുള്ള ആള് തയമ്മം ചെയ്തു.
അങ്ങനെ ആ രീതിയിൽ അയാൾ ളുഹർ നിസ്കരിച്ചു. പറ്റാവുന്ന സ്ഥലങ്ങൾ കഴുകി അല്ലാത്തതിന് വേണ്ടി തയമ്മം ചെയ്ത് നിസ്കരിച്ചു. അങ്ങനെ പിന്നെ അസറായി. അസറായപ്പോൾ അയാളുടെ ഒതു പോയിട്ടുണ്ടോ? നേരത്തെ ഉള്ള ഒതു പോയിട്ടുണ്ടോ? ഇല്ല. എങ്കില്ല യജ്ബു അലൈഹി, അയാൾക്ക് നിർബന്ധമില്ല. ഇല്ല യാദത്തു തയമ്മുമിൻ, തയമ്മുമിനെ മടക്കലല്ലാതെ നിർബന്ധമില്ല. അപ്പൊ തയമ്മും ഒന്നും കൂടി ചെയ്യണം അയാൾ. അതായത് ളുഹർ നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ കുളി നിർബന്ധമായ ആളായിരുന്നു. ആ കുളി പരിപൂർണമായിട്ട് കുളി പറ്റാത്തതിൻ്റെ പേരിൽ കുളിയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് തയമ്മം ചെയ്തിരുന്നു. ആ തയമ്മം കൊണ്ട് ളുഹർ നിസ്കരിച്ചു. അപ്പോൾ ഒരു തയമ്മം കൊണ്ട് ഒരു ഫർളാണ് നിസ്കരിക്കാവുള്ളൂ എന്നതുകൊണ്ട് അടുത്ത ഫർളാകുമ്പോൾ തയമ്മം ഒന്നും കൂടി ചെയ്യണം. കഴിഞ്ഞ നിസ്കാരത്തിൽ തയമ്മുമിനെ പിടിച്ചിട്ടാണല്ലോ നിസ്കാരം നടത്തിയത്. അപ്പോൾ ഒരു നിസ്കാരം ആ തയമ്മം കൊണ്ട് നടന്നു. ഇനി അടുത്ത നിസ്കാരമാകുമ്പോൾ തയമ്മം ഒന്നും കൂടി ചെയ്യണം. ഇത് ഒതു പോവാത്ത ആളുടെ കാര്യമാണ് പറയണത്. ഇനി ഫൈദ അഹദസ, ളുഹർ നിസ്കരിക്കുമ്പോൾ അവിടെ സമയത്ത് തയമ്മം ചെയ്തിട്ടാണ് അയാൾ എന്ത് ചെയ്തത്? നിസ്കരിച്ചത്. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് കുളി നിർബന്ധമായിരുന്നു. ആ കുളി പൂർണ്ണത അല്ലാത്തത് കൊണ്ട് തയമ്മം കൂടി ചെയ്തു, എന്നിട്ട് നിസ്കരിച്ചു. അസറിൻ്റെ സമയമായപ്പോൾ ഇയാളുടെ ഒതു പോയിട്ടുണ്ട്. ഇയാളിപ്പോൾ ഒതു ഇല്ലാത്ത ആളായിട്ടുണ്ട്. എങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫയത്തവല്ലവു, അയാൾ ഒതു ചെയ്യണം സാധാരണ പോലെ. ഈദുൽ മസഹ വ തയമ്മുമ, അയാള് ഈ വെള്ളം കൊണ്ട് മറയുടെ മേലെ എന്തെങ്കിലും മറ വച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെള്ളം കൊണ്ട് തടകൽ എന്ന സംഗതി അത് ആവർത്തിക്കണം. അതേപോലെ തയമ്മുമും ഒന്നും കൂടി ചെയ്യണം. എപ്പോൾ? ഇൻകാലത്തിൽ ഇല്ലത്തൂഫിയ ഉളുവിൽ ഉളൂവി, ഉളൂവിൻ്റെ അവയവങ്ങളിൽ എവിടെയെങ്കിലുമാണ് രോഗമുള്ളത്, പ്രശ്നമുള്ളത് എങ്കിൽ, അപ്പൊ ഉളൂവിൻ്റെ അവയവങ്ങളിൽപ്പെട്ട ഏതോ ഒരു അവയവത്തിൽ എന്തോ ഒരു മറ വെച്ച് കെട്ടിയിരിക്കുകയാണ് എങ്കിൽ ആ മറയുടെ മേലെ വെള്ളം കൊണ്ട് തടകണം. സാധാരണ പോലെ ഒളൂ ചെയ്യണം. അപ്പോൾ ഒളൂവിൽ കഴുകാൻ പറ്റുന്നതൊക്കെ കഴുകണം. പിന്നെ മാത്രമല്ല തയമ്മുമും ചെയ്യണം. ഇവിടെ ഒരു ചോദ്യമുള്ളത്, ളുഹറിന് വേണ്ടി ഇയാൾ കുളിച്ചു, കുളി പൂർണ്ണമല്ലാത്തതിൻ്റെ പേരിൽ തയമ്മം ചെയ്തു. അസറിൻ്റെ സമയത്ത് ഇയാൾ ഒളൂ ചെയ്യുകയാണ്. അപ്പൊ ആ ഒളൂ പൂർണ്ണമാവാൻ തയമ്മുമ് വേണം. കാരണം ഒളൂവിൻ്റെ അവയവത്തിലാണ് ഈ പ്രശ്നമുള്ളത്. മാത്രമല്ല ഇയാൾ കുളി നിർബന്ധമായതിൻ്റെ പേരിൽ കുളിയുടെ ഭാഗമായിട്ട് ഇയാൾ കഴിഞ്ഞ വക്കത്തിൽ ളുഹറിൻ്റെ വക്കത്തിൽ തയമ്മം ചെയ്ത് സംസ്കരിച്ചേക്കണേ, അതിൻ്റെ ഭാഗമായിട്ടും ഒരു തയമ്മും ഇല്ലേ? അപ്പൊ രണ്ടു തയമ്മും ഇല്ലേ എന്നതാണ്. ഒളുവിൻ്റെ ഭാഗമായിട്ടൊരു തയമ്മും ഉണ്ട്, കുളിയുടെ ഭാഗമായിട്ടും ഇല്ലേ? അപ്പൊ അതിന് പറഞ്ഞത് അവിടെ 7-ാം നമ്പർ, എന്തരിജു ഫീഹി തയമ്മുൽ അസ്ഗരി. ഈ കുളിയുടെ ഭാഗമായിട്ട് ഇയാൾ രണ്ടാമത് ഇപ്പൊ തയമ്മം ഒന്നും കൂടി ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. ആ തയമ്മുമിൽ തന്നെ ചെറിയ അശുദ്ധിയുടെ തയമ്മും പെട്ടുപോയി എന്നാണ്. ഒളുവിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട തയമ്മും ഈ കുളിയുടെ ഭാഗമായിട്ട് ഇപ്പൊ ചെയ്യേണ്ട തയമ്മുമിന്റെ ഉള്ളിൽ പെട്ടു. ഇനി വേറെ തയമ്മും വേണ്ടതില്ല. വൈകാന കബലൽ ഉദൂഹി, ഒതു ചെയ്യണതിന്റെ മുമ്പ് ആദ്യം തന്നെ തയമ്മം ചെയ്യലുണ്ടായത്, എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മസലയില് ആദ്യം തയമ്മം ചെയ്തു, പിന്നീട് ഒതു ചെയ്യലുണ്ടായത്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ രണ്ട് തയമ്മുമിന്റെ ആവശ്യം ഇല്ല. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് കുളി നിർബന്ധമായ ആള് എന്ത് ചെയ്തു? ആദ്യം തയമ്മം ചെയ്ത് അങ്ങനെ നിസ്കരിച്ചു. രണ്ടാമത്തെ ഫർള് എത്തിയപ്പോൾ അയാളുടെ ഒതു പോയിരുന്നു എങ്കിൽ ഇയാളുടെ പ്രശ്നമുള്ളത് ഒളുവിൻ്റെ അവയവത്തിലാണ് എങ്കിൽ അയാൾ എന്തു ചെയ്യണം? ഒളു ചെയ്യണം. മാത്രമല്ല ആ മറയുടെ മേലെ കൂടെ തടകണം, തയമ്മം ചെയ്യുകയും വേണം. ഇല്ല, ഇതുപോലെ തന്നെ ഒളു പോയിരിക്കുന്ന ആളുടെ, പക്ഷേ അയാളുടെ രോഗം ഒളുവിൻ്റെ അവയവത്തിലല്ല. ഉദാഹരണം പറഞ്ഞാൽ ഒളു നിർബന്ധമുള്ള ഏരിയയിലൊന്നും അല്ല അയാളുടെ പ്രശ്നമുള്ളത്. അയാളുടെ ശരീരത്തിൻ്റെ പുറം ഭാഗത്തോ അല്ലെങ്കിൽ ചുമലിലോ അങ്ങനെ എവിടെയെങ്കിലും ഒരു ഭാഗത്താണ്. അപ്പോൾ ഒളു നിർബന്ധമുള്ള ഒളുവിൻ്റെ ഭാഗം അല്ല അത്. അങ്ങനെയാണെങ്കിൽ ഫലാ യജിബുൽ മസഹു, അതിൻ്റെ മേലെ അവിടെ വെള്ളം കൊണ്ട് തടകേണ്ട കാര്യമില്ല. കാരണം ഇയാൾക്കിപ്പോൾ ഒളുവാണ് പോയേക്കണത്. അപ്പോൾ ഒളു ചെയ്യാണ് ഇയാൾക്ക് വേണ്ടത്. ഒളു ചെയ്യുക, തയമ്മം ഒന്ന് പുതുക്കുക, അതാണ് പിന്നെ അയാൾ ചെയ്യേണ്ടത്.
ഉളുവിൻ്റെ അവയവത്തിലല്ല പ്രശ്നമെങ്കിൽ ഫലാ യജിബുൽ മസഹു. അപ്പോൾ ഇന്നഹു കാരണം യജിബു, ഈ മുറിവിൻ്റെ മേലെ മറ വച്ച് കെട്ടിയൊക്കെയാണ് ആ മറയുടെ മേലെ തടകണം എന്നുള്ളത് നിർബന്ധമാകുന്നത് ഇന്ദ ഗസ്ലി ബദനിഹി, അവൻ്റെ ശരീരം കഴുകുന്ന സമയത്താണ്. ശരീരം ആസകലം കഴുകേണ്ട അവസ്ഥ വന്നാൽ അപ്പോൾ ആ ഭാഗമായിട്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഈ മറ വച്ച് കെട്ടിയ സ്ഥലം എവിടെയാണോ ഒളുവിൻ്റെ അവയവങ്ങളുടെ പുറത്ത്, ആ മറയുടെ മേലെ കൂടെ വെള്ളം കൊണ്ട് തടകേണ്ടി വരും. വലാ യജിബു ഗസ്ലുഹു, ശരീരം മുഴുവൻ കഴുകുന്ന സമയത്തെ മറയുടെ മേലെ തടകേണ്ടതുള്ളൂ. വലാ യജിബു ഗസ്ലുഹു, ശരീരം മുഴുവൻ കഴുകൽ നിർബന്ധമില്ല. ഇല്ല ഇതാ ബത്തല തയമ്മുമുഹു, അവൻ്റെ തയമ്മും ബാത്തിലായി പോയാലല്ലാതെ. അവൻ കുളിയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി, കുളിക്ക് വേണ്ടി തയമ്മം ചെയ്ത തയമ്മും ബാത്തിലാകണം. അപ്പോഴാണ് പിന്നെ ശരീരം മൊത്തം കഴുകി വീണ്ടും തയമ്മം ചെയ്യുക എന്ന അവസ്ഥ വരികയുള്ളൂ. വലാ യബുത്തുലു, അവനെടുത്ത തയമ്മും ബാത്തിലാവില്ല. ഇല്ലാ ബിൽ ഹദസിൽ അക്ബരി, ഇവന് വീണ്ടും വലിയ ശുദ്ധി ഉണ്ടാകലുണ്ടല്ലാതെ. അപ്പം ഇവൻ വലിയ ശുദ്ധിക്ക് വേണ്ടി കുളിച്ചപ്പോൾ അവൻ ചെയ്തൊരു തയമ്മുണ്ട്. ആ തയമ്മും പൊളിയണമെങ്കിൽ, പോകണമെങ്കിൽ എന്ത് വേണം? ഇവന് വീണ്ടും വലിയ ശുദ്ധി ഉണ്ടാകണം. അപ്പോൾ ആ തയമ്മം പോവുകയുള്ളൂ, ബാത്തിലായി പോവുള്ളൂ. അപ്പം ആ തയമ്മും ബാത്തിലായതിൻ്റെ പേരിലല്ല അസർ നിസ്കരിക്കുമ്പോൾ വീണ്ടും തയമ്മം ചെയ്യാൻ പറയണത്. പിന്നെ കുളിക്ക് വേണ്ടി തയമ്മം ചെയ്ത ആ തയമ്മുമിന് നിലനിൽപ്പുണ്ട്. പക്ഷെ ആ തയമ്മും കൊണ്ട് ഒരു ഫർള് ചെയ്തു പോയി, അതുകൊണ്ട് വേറൊരു തയമ്മും അടുത്ത ഫർളിന് വേണ്ടി ചെയ്യണമെന്നതാണ് ചർച്ച. അല്ല, തയമ്മും ബാത്തിലായിട്ടില്ല. വലിയ ശുദ്ധിക്ക് വേണ്ടി തയമ്മം ചെയ്തത് ബാത്തിലാകണമെങ്കിൽ, അത് പൊളിഞ്ഞു പോകണമെങ്കിൽ അടുത്ത വലിയ ശുദ്ധി വീണ്ടും വരണം. അങ്ങനെ വലിയ ശുദ്ധി വീണ്ടും വന്നാൽ തയമ്മും ബാത്തിലായി. അപ്പോൾ വീണ്ടും കുളിക്കണം, എന്നിട്ട് ആ രോഗമുള്ള ഭാഗത്തിന് വേണ്ടി തയമ്മം ചെയ്യണം. അങ്ങനെ വീണ്ടും കുളിക്കേണ്ടി വരുമ്പോഴാണല്ലോ ആ മറവച്ച സ്ഥലത്ത് എന്ത് ചെയ്യേണ്ടതുള്ളത്? വെള്ളം കൊണ്ട് തടകേണ്ടത് എന്നാണ് പറഞ്ഞത്. തഖബ്ബലല്ലാഹ്.